സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് സമ്മാനിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. ഈ ദിവസം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ജീവിതത്തിൽ സമാധാനം ലഭിക്കണമെന്നും സന്തോഷമായി ജീവിക്കണമെന്നും സമാധാനത്തോടെ ദീർഘായുസോടെ ജീവിച്ചിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നാം എല്ലാവരും. എന്നാൽ പലപ്പോഴും നമുക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കുകയില്ല. കാരണം വിവിധ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം നാം കാണുകയാണ്. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മരണഭീതിയാണ്. ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തുള്ള മുല്ലപ്പെരിയാർ ഡാം തകർന്നു പോകും എന്നുള്ളതായ വാർത്ത പരന്നപ്പോൾ ആ ഡാമിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആളുകൾ, ആ ഡാമിൻ്റെ അടിവാരത്ത് ദീർഘമൈലുകളോളം ദൂരത്തിൽ താമസിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടതായി വാർത്താമാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. രാത്രി സമയങ്ങളിൽ മിക്ക കുട്ടികളും ഡാം തകരുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ചാടി എഴുന്നേറ്റ് അലറിക്കരയുന്ന കാഴ്ച കേരള ജനത കണ്ടു. അങ്ങനെ എത്രയോ പേർ ഉറക്കമില്ലാത്തവരായി തീർന്നു. മരണഭീതി മനുഷ്യന്റെ ഉറക്കം കെടുത്തിക്കളയുന്നതാണ്, സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അങ്ങനെ ആകുല ചിന്തയും വിവിധ കാര്യങ്ങളെപ്പറ്റിയുള്ള മനസ്സിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ചിന്താകുലങ്ങളും എല്ലാം ചേരുമ്പോൾ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. സമാധാനമില്ലാത്ത ജീവിതങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു നിരാശയിലേക്ക് ആണ്ടുപോകുന്നു. എവിടെയാണ് സമാധാനം ലഭിക്കുക? എവിടെ നിന്നാണ് മനുഷ്യന് ആശ്വാസം ലഭിക്കുക? എങ്ങനെയാണ് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കുക? ഈ കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്നത് വിശുദ്ധ ബൈബിളാണ്. 4-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വലിയവനായ ദൈവം നമ്മെ സഹായിക്കണം. അങ്ങനെ നിർഭയം വസിക്കുമാറാക്കുന്ന വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നില്ല എങ്കിൽ നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം സങ്കീർത്തനം 5-ാം വാക്യം: ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ സഹായിച്ചില്ല എങ്കിൽ ഉറക്കം വിട്ട് ഉണർന്നെഴുന്നേൽക്കുവാൻ നമുക്ക് സാധ്യമല്ല. എത്രയോ പേർ കിടക്കയിലേക്ക് പോയതിനു ശേഷം പ്രഭാതത്തിൽ ഉണരുവാൻ സാധിക്കാതെ മരണത്തിലൂടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയവരായിട്ടുണ്ട്. ദൈവം സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഉറക്കത്തിൽ നിന്ന് വീണ്ടും ഉണർന്നെഴുന്നേറ്റ് വരുവാൻ നമുക്കിടയാകുന്നത്. വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നില്ല എങ്കിൽ യാതൊരാൾക്കും സമാധാനം ലഭിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ തിരുവായി മൊഴിഞ്ഞു: ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ലോകം തരുന്നത് പോലെ അല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. വലിയവനായ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം കർത്താവിൽ വിശ്വസിക്കുവാനായിട്ടാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും. ദിവ്യമായ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകിത്തരുന്നു. യാതൊന്നിനെയും പേടിക്കാതെ ജീവിക്കുവാൻ, സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിനെയും ഭയപ്പെടാതെ ധൈര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കും. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നു. കാരണം കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ സമയത്തും അവരോട് കൂടെയുണ്ട്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. അല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്ന ഒരു വ്യക്തി തീർച്ചയായും നിരാശയിലാണ്. അവർ മരിച്ചാൽ അവരുടെ ആത്മാവ് നിത്യമായ നരകാഗ്നിയിലേക്ക് പോകുന്നു. താങ്കളുടെ നിത്യത താങ്കൾ എവിടെ കഴിക്കും? ഇതിന് കൃത്യമായ മറുപടി കണ്ടെത്തുവാൻ താങ്കളെ ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഓരോ ദിനവും നാഥനോടൊപ്പം കേൾക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. വേറില്ലൊരാശ്വാസസ്ഥാനവും വേറില്ലൊരാശ്രയവും വേറില്ലൊരാശ്വാസസ്ഥാനവും വേറില്ലൊരാശ്രയവും മൃത്യുവിലും സമാധാനമെന്റെ ക്രിസ്തുവിൻ സന്നിധാനം. മൃത്യുവിലും സമാധാനമെന്റെ ക്രിസ്തുവിൻ സന്നിധാനം.
യേശു സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. യേശു സന്നിധാനം